റഫേൽ ഇസ്രായേലി സൈന്യം ഇരച്ചു കയറിയിരിക്കുകയാണ്. റഫേലിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെയും ഈജിപ്തിൻ്റെയും പലസ്തീൻ്റെയും അതിർത്തിയിലുള്ള സ്ഥലമാണ് റഫ. ഈജിപ്തിൻ്റെ സ്ഥലമാണ് റഫ. അവിടെയാണ് ഇസ്രായേൽ കുതിച്ച് കയറിയിരിക്കുന്നത്, അഭയാർത്ഥികളെ ആക്രമിച്ചുകൊണ്ട്. ഇപ്പോൾ ഈജിപ്റ്റ് ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. നിങ്ങൾ പിൻവാങ്ങിയില്ലെങ്കിൽ വിവരമറിയും. നിങ്ങൾ പിൻവാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. ഈജിപ്റ്റ് യുദ്ധത്തിനൊരുങ്ങാൻ തങ്ങളുടെ സൈനികരോട് പറഞ്ഞു കഴിഞ്ഞു. ഈജിപ്തിൻ്റെ ഭരണാധികാരികൾ ഒരു യുദ്ധത്തിൻ്റെ മൂഡിലാണ്. ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറിയിരിക്കുന്നു. പണ്ട് അറബ് ലീഗിൻ്റെ കൂടെ ഈജിപ്തും ചേർന്ന് യുദ്ധം ചെയ്തപ്പോൾ ഒരാഴ്ച കൊണ്ട് ഈജിപ്റ്റ് അടക്കമുള്ള അറബ് ലീഗിനെ തോൽപ്പിച്ച് കളഞ്ഞു ഇസ്രായേൽ. അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ മുറിപ്പാട് ഈജിപ്തിൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഗസയിൽ ഇസ്രായേൽ അധിനിവേശം നടത്തിയപ്പോൾ ഈജിപ്റ്റ് സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോയി. സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോവുക മാത്രമല്ല, സമാധാനത്തിന് ഏതറ്റം വരെയും പോകുമെന്ന് ഈജിപ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ ഈജിപ്റ്റ് ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു, റഫ അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങുക. പിൻവാങ്ങിയില്ലെങ്കിൽ വിവരമറിയും. പിൻവാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഞങ്ങൾ നൽകും. ഇതോടുകൂടി ഇസ്രായേൽ ആപ്പിലായിരിക്കുകയാണ്. ഇസ്രായേൽ വിചാരിച്ചത് ഈജിപ്റ്റ് തങ്ങളെ പേടിച്ച് വാളും ചുരുട്ടി മാളത്തിലിരിക്കും എന്നാണ്. അവർക്ക് അവരുടേതായ സൈന്യമുണ്ട്, അവർക്ക് അവരുടേതായ രീതിയുണ്ട്. അവരുടെ പ്രദേശത്ത് കയറി അഭയാർത്ഥികളെ കൊന്നൊടുക്കിയാൽ, ഗസയിലെ അഭയാർത്ഥികളെ കൊന്നൊടുക്കിയാൽ അവർ തിരിച്ചടിക്കും. അവരുടെ പ്രദേശം മറ്റൊരു രാജ്യം കീഴടക്കുമ്പോൾ ഒരു രാജ്യത്തിനും നോക്കിയിരിക്കാനാവില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൻ്റെ തീരുമാനം കടുത്ത തീരുമാനമാണ്. സർവ സന്നാഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഈജിപ്റ്റ്. സർവ സന്നാഹങ്ങളും ഒരുക്കിക്കഴിഞ്ഞു അവർ. ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് അവർ കോപ്പ് കൂട്ടുന്നു. റഫേൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഇസ്രായേലിനെതിരെ ഒരർത്ഥത്തിൽ ഈജിപ്റ്റ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. പണ്ട് തങ്ങളെ തോൽപ്പിച്ച മുറിവ്, ആ മുറിവ് മായ്ക്കാൻ ഇപ്പോഴാണ് സമയമെന്ന് അവർ തിരിച്ചറിഞ്ഞുവോ എന്തോ. പക്ഷേ അവർ സമാധാനത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. റഫ അതിർത്തി തുറന്നു കൊടുത്തു ഗസയിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി. സമാധാനപരമായ ചർച്ചകൾക്ക് അവർ മുൻതൂക്കം നൽകി. ഇങ്ങനെയൊക്കെ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ഒരു പാലമായി നിലകൊണ്ടിരുന്നു ഈജിപ്റ്റ്. ആ ഈജിപ്റ്റാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർവ്വസന്നാഹങ്ങളുമായി ഈജിപ്റ്റ് നിൽക്കുന്നു. അവരുടെ അതിർത്തിയിൽ, അവരുടെ ദേശത്ത് വിദേശ കാലുകൾ പതിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ സഹോദരരാഷ്ട്രമായ സൗദി അറേബ്യ റഫേലിലെ ഇസ്രായേൽ അധിനിവേശത്തെ, ഈ അഭയാർത്ഥികളെ കൊല്ലാനുള്ള, റഫേലിലൂടെയാണല്ലോ അഭയാർത്ഥികൾ പോകുന്നത്, ഈ അഭയാർത്ഥികളെ കൊല്ലാനുള്ള ഇസ്രായേൽ അധിനിവേശത്തെ എതിർത്ത് കഴിഞ്ഞു സൗദി അറേബ്യ. സൗദി അറേബ്യയും യുദ്ധത്തിന് തയ്യാറാണ്. സൗദി അറേബ്യ യുദ്ധത്തിന് തയ്യാറാണെന്ന് മാത്രമല്ല, ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവർ വിച്ഛേദിച്ചു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിന് കൂട്ട് അമേരിക്ക തന്നെ. എന്താ പറയുക, അമേരിക്ക മാത്രം ഇസ്രായേലിന് കൂട്ട്. പണ്ടൊരു പഴഞ്ചൊല്ല് പറഞ്ഞതുപോലെ ഹീനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്.